കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ഇന്ന് രാവിലെ തന്നെ ഒരു അപകടമുണ്ടായി. 3 പേർ മരിച്ചു എന്ന വാർത്തയാണ്. KSRTCയുടെ സൂപ്പർ ഫാസ്റ്റും ദാർ ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. 3 പേർക്കാണ് റോഡിൽ ജീവൻ പൊലിഞ്ഞത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. അരുൺ രാജ് അപകടത്തിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഒരു കാര്യം കൂടി, ഈ ഓണക്കാലം, ഈ ഉത്രാട ദിനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നല്ല കാര്യങ്ങൾ പറയണമെന്നും ഈ കരുതി ഫ്ലോറിലേക്ക് കയറിയതാണ്. ആദ്യം 3 പേർ മരിച്ച അപകടത്തിൻ്റെ വാർത്തയിലേക്ക് പറയൂ അരുൺ രാജ്. ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. പക്ഷേ ഉത്രാട ദിനത്തിൽ അത്ര ശുഭകരമായ വാർത്തയല്ല നമ്മളെ തേടി എത്തുന്നത്. ഇന്ന് പുലർച്ചെ 6:30 കൊല്ലം കരുനാഗപ്പള്ളി ഓച്ചിറയിൽ താർ ജീപ്പും KSRTC സൂപ്പർഫാസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. ഈ വാഹനത്തിൽ അമിത വേഗതയിലായിരുന്നു ഇരു വാഹനങ്ങളും എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. പക്ഷേ ഇപ്പോഴും ഈ താർ ജീപ്പിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ മരിച്ച നിലയിലാണ് ഉള്ളത്. ഫയർഫോഴ്സും പോലീസും എത്തി ഈ ശ്രമം തുടരുകയാണ്. ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന 3 പേർ മരിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടുതൽ പേർ ഗുരുതരാവസ്ഥയിലുണ്ട്. കാരണം ഈ KSRTC ബസ്സിലടക്കം ആളുകൾ ഉറങ്ങുകയായിരുന്നു ഈ സമയം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഇടിയുടെ വ്യാപ്തി വളരെ ആഴത്തിലാണ്. പലർക്കും തലയ്ക്കടക്കം ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. പല സ്ത്രീകൾക്കടക്കം ഇപ്പോഴും റോഡിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ പോലീസ് തുടരുകയാണ്. കാരണം ഈ രാവിലെ നടന്ന അപകടമായതിനാൽ കൂടുതൽ സ്ഥലത്ത് നിന്ന് ആംബുലൻസുകളടക്കം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നിലവിൽ പോലീസിന് മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് ഇരു വാഹനങ്ങളും അമിത വേഗത്തിൽ എത്തുകയായിരുന്നു. ഒരുപക്ഷെ ഈ ജീപ്പിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന്റെ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. 3 പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത്. കൂടുതൽ പേർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട്. KSRTC ബസ്സിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്കടക്കം ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.